ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുജാതയുടെ വീട്ടിൽ നിന്നും ശാരദയും മക്കളും രാധമ്മയും കൂടി അവരുടെ സ്നേഹതീരത്തേക്ക് മടങ്ങി പോവുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വീടിൻ്റെ പടികൾ കയറുന്നത്. മുറ്റത്തെത്തുമ്പം തന്നെ രാധമ്മയുടെയും ശാരദയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയാണ്. അപ്പം രാധമ്മ പറയും, എൻ്റെ മകൻ ഉറങ്ങുന്ന മണ്ണ, ഈ മണ്ണിലേക്ക് മടക്കിയൊരു യാത്ര ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്ക് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പം ദൈവം നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ടല്ലേ വീട് നമുക്ക് തിരിച്ചു കിട്ടിയത് എന്ന് പറയുകയാണേ. അപ്പോൾ ശാരദ പറയും, അതെ അമ്മേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അരവിന്ദേട്ടൻ്റെ ആത്മാവും ഇതെല്ലാം കാണുന്നുണ്ടാവും. അച്ഛൻ നമ്മളെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് നിളയപ്പം പറയണം കേട്ടോ. അപ്പം ഗംഗയും കാവേരിയും കൂടിയും പറയും, നമ്മുടെ അച്ഛനെ ഈ മണ്ണിലാണ് ഉള്ളത്, നമ്മൾ വരുന്നത് കണ്ടതുകൊണ്ട് അച്ഛൻ നമ്മളെ വിളിച്ചതാ നിളക്കുട്ടി എന്ന് കാവേരി പറയും കേട്ടോ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് ചെല്ലുമ്പം ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാർ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിൻ്റെ നിയമ നടപടികളിൽ പെട്ടതാണ്. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടുത്തെ ഓരോ മുക്കും മൂലയും ഓടി നടന്ന് എല്ലാവരും കാണുകയാണ് കേട്ടോ. അവരത്രത്തോളം അവരുടെ വീട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം പെട്ടെന്ന് നമ്മുടെ ശാരദ ചോദിക്കും, അല്ല മക്കളെ, എങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മുടെ വീട് തിരിച്ചു കിട്ടിയത്? കാശ് കൊടുക്കാതെ ഇത് തിരിച്ചു തരില്ലെന്നായിരുന്നില്ലേ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവർ എന്ത് പറയണം അമ്മയോടെ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം ഗംഗ പറയും, അമ്മേ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഇല്ലേ, അത് പണയം വെച്ചു, ആ പൈസയ്ക്ക് അമ്മേ വീട് തിരിച്ചെടുത്തത് എന്ന് ചോദിക്കുക. അയ്യോ, ആ സ്വർണ്ണം മുഴുവൻ പണയം വെച്ചോ മോളെ, അതിന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുക? അത്രയ്ക്കും സ്വർണം നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാൻ ഇനി പറ്റുമോ? അപ്പം രാധമ്മയും പറയും, അത് നേരാ, ഇനി നിൻ്റെ കല്യാണക്കാരും ആകുമ്പം എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുക. അച്ഛമ്മയും അമ്മയും എന്താ ഈ പറയുന്നത്? നമുക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. സുജാത അപ്പച്ചിയുടെ വീട്ടിൽ ആട്ടും തുപ്പും കേട്ട് എത്ര ദിവസം കിടക്കും? അത് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ നിളയുടെ അവസ്ഥ എന്താ? നേരെ ചൊവ്വേ ആഹാരം കഴിക്കുക പോലും ചെയ്യാതെ ഡീഹൈഡ്രേഷനായി അവൾ ആശുപത്രിയിലായില്ലേ. അതുകൊണ്ട് ഇപ്പം കല്യാണം അല്ലമ്മേ വലുത്, അല്ലെങ്കിൽ തന്നെ ഇനി ഒരു കല്യാണമോ ആഡംബര ജീവിതമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ. ആദ്യം നമ്മുടെ വീട് തിരിച്ചെടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ മറുപടിയിൽ ശാരദയ്ക്ക് നിശബ്ദമായിട്ടിരിക്കുക. ഗംഗ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ കാവേരി പറയും, അമ്മ സങ്കടപ്പെടണ്ട, നമുക്ക് വീട് കിട്ടിയല്ലോ, ഇനി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി നമുക്ക് പയ്യെ മുന്നോട്ട് ജീവിക്കാം. പയ്യെ ചേച്ചിയുടെ ഓരോരോ ആഭരണങ്ങളായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം എന്ന് പറയുകയാണേ. അപ്പോൾ കാവേരിക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ കാണുമ്പം ശാരദയ്ക്ക് രാധമ്മയ്ക്കും ഒരു പ്രതീക്ഷ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വീട് കിട്ടി, ഇനി നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പായിട്ട് ഒന്നുമില്ല. സ്വർണം മുഴുവൻ പണയം വെച്ച് കാശ് കൊടുത്തിട്ടല്ലേ വീട് തിരിച്ചെടുത്തത്, ഇനി നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യും എന്ന് ഗംഗ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന കാവേരി ചോദിക്കും, തൽക്കാലം ഞാനൊരു ജോലി നോക്കാം, അല്ലെങ്കിലും ഈ പഠിപ്പൊന്നുമേ എനിക്ക് അത്രയ്ക്കങ്ങ് സെറ്റാവില്ല, ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഈ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി നമ്മുടെ ഈ നാട്ടിൽ കിട്ടാതിരിക്കില്ല എന്ന് പറയാം. അപ്പം ശാരദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കാവേരി തങ്ങളുടെ അവസ്ഥ കാരണമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. പക്ഷേ ശാരദ ഒന്നും പറയുന്നില്ല. അത് കേൾക്കുന്ന ഗംഗ പറയും, നിളയും യമുനയും നാളെ തൊട്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പോയി തുടങ്ങണം. ഇപ്പം തന്നെ നിങ്ങളുടെ ഒരുപാട് ക്ലാസ്സുകൾ പോയി, ഇനിയും അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം നിള ചോദിക്കും, ഞാൻ ഉടനെ പോണോ ചേച്ചി? ഇപ്പം നിൻ്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ, ഇനിയിപ്പം നീ സ്കൂളിൽ പോയി തുടങ്ങണം. ഒരുപാട് നോട്ടുകളൊക്കെ മിസ്സായിട്ടില്ലേ, അതൊക്കെ ഫ്രണ്ട്സിനോട് ചോദിച്ച് എഴുതിയെടുക്കുകയും വേണം. യമുനെ, നീ ഇനി മടി കൂടാതെ കോളേജിൽ പോകണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി നോക്കിക്കോളാം എന്ന് കാവേരിയും ഗംഗയും കൂടി പറയാണ് കേട്ടോ. അപ്പോൾ യമുന പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ തലയാട്ടാണ്. ശാരദയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് സന്തോഷമായി, അതുപോലെ തന്നെ രാധമ്മയ്ക്കും. അവരാണെങ്കിൽ അരവിന്ദൻ്റെ ഓർമ്മകളും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം കാവേരി ഇങ്ങനെ ആലോചിക്കുക, എന്താ ഒരു ജോലി നോക്കുക, എവിടെ പോയി അന്വേഷിക്കും? വിനീതേട്ടനോടൊന്ന് പറഞ്ഞാലോ, വിനീതേട്ടൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ജോലിയാണെങ്കിലും ഇപ്പം നമുക്ക് ഒരുപാട് സഹായമാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഗംഗ പറയും, എനിക്കും കൂടി നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു ജോലി നോക്കിയേനെ. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പഠിത്തം നിർത്തിയാൽ മതിയെന്നായിരുന്നു, പക്ഷേ ജോലി വേണമെങ്കിൽ പഠിത്തം വേണം അല്ല കാവേരി എന്ന് ഗംഗ ഇങ്ങനെ ചോദിക്കുക. ചേച്ചി അങ്ങനെ ഓർത്ത് സങ്കടപ്പെടുകയൊന്നുമില്ല, ചേച്ചിക്കും നല്ല ഒരു കഴിവുണ്ടല്ലോ, ചേച്ചി നന്നായിട്ട് തയ്ക്കില്ലേ, ചേച്ചി അത് തന്നെ തുടർന്ന് ചെയ്യുക എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗംഗ പറയും, അത് ഉറപ്പായിട്ടും ഇനി ഇവിടെ ഉള്ളവരോടൊക്കെ പറയണം, ഞാൻ വീട്ടിൽ തന്നെ തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പം അറിഞ്ഞു കേട്ട് വന്നവരായിരുന്നില്ലേ എനിക്ക് തന്നുകൊണ്ടിരുന്നത്, ഇനി അങ്ങനെ പോരാ എന്ന് പറയാം. ചേച്ചിക്ക് കിട്ടുന്ന തയ്യലൊക്കെ നോക്കിയാൽ മതിയെന്നേ, ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാതെ സങ്കടപ്പെടരുത് എന്ന് അപ്പോൾ കാവേരി പറയട്ടോ. അപ്പോൾ യമുനയും നിളയും അവിടേക്ക് വരിക. അപ്പോൾ ഗംഗ പറയും, നിങ്ങൾക്ക് എങ്കിലും
ചേച്ചിയുടെ അവസ്ഥ വരരുത്. ഇപ്പം എനിക്ക് നല്ല പഠിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ നന്നായിട്ട് പഠിക്കാൻ വിട്ടേനെ, ഞാനൊരു ജോലിക്ക് പോയേനെ. ഇപ്പം അതിനുള്ള വിദ്യാഭ്യാസം ചേച്ചിക്കില്ലല്ലോ. അതുകൊണ്ട് യമുനെ, എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ പഠിത്തം നീ നിർത്തരുത് കേട്ടോ. നന്നായിട്ട് പഠിച്ച് നിൻ്റെ ആഗ്രഹം പോലെ നീ കളക്ടർ ആവണം. അതുപോലെ നിളെ, നീ സ്കൂളിൽ പോകണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി മേടിക്കണം, എങ്കിലേ നമുക്കൊക്കെ ഒരു നിലനിൽപ്പുള്ളൂ എന്നൊക്കെ ഗംഗ പറഞ്ഞ അനിത്യമാരെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ വാക്കുകൾ കേൾക്കുമ്പം എല്ലാവരും അത് അക്ഷരം പ്രതി അനുസരിക്കുമെന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ്. ഇതേ സമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ വിനീത് വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ വിനീത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ശാരദയുടെ കയ്യിൽ കൊടുക്കുക. എന്താ അമ്മായിക്ക് ഇപ്പോഴും സങ്കടമാണോ? അമ്മായി ആഗ്രഹിച്ച പോലെ സ്നേഹത്തിനും കൈവിട്ട് കളയാതെ തിരിച്ചു കിട്ടിയില്ലേ? ഇനി എന്താ ഈ മുഖത്ത് ഒരു പ്രകാശമില്ലാത്തത്? വീട് തിരിച്ചു കിട്ടി മോനെ. എന്തായാലും ഇനി മുന്നോട്ട് ജീവിക്കണ്ടേ? എത്ര നാളെന്ന് കരുതിയാ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുക? സുജാത ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് കൂടി അവൾ നിർത്തില്ലേ എന്ന് ചോദിക്കുക. ഏയ്, അതൊന്നും ഓർത്ത് അമ്മായി സങ്കടപ്പെടണ്ട. എന്തെങ്കിലും ഒരു ജോലി ഞാനൊന്ന് നോക്കട്ടെ, അത് തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോയെന്ന് കാവേരിക്ക് എന്ന് പറയാണ്. കാവേരിക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടിയാൽ അത് ഒരുപാട് സഹായമാകും മോനെ എന്ന് ഇപ്പോൾ ശാരദ പറയാം. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ദേ, അമ്മായി ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കാതെ എൻ്റെ കൂടെ എന്നാൽ കടയിലേക്ക് പോരെ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഷ്പവാടി മുഴുവനും കാണാം. നമുക്ക് ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്നേ. അതൊരു രസമല്ലേ? കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ കൂടെ ഒരാളുള്ളത് എനിക്ക് സന്തോഷമാണ് എന്ന് പറയാം. അപ്പോൾ വിനീതിൻ്റെ ഈ കരുതൽ സ്നേഹമൊക്കെ കാണുമ്പം ശാരദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുവാണ് കേട്ടോ. വീട്ടിൽ വന്ന വിനീതാണെങ്കിൽ ഗംഗയോട് പറയും, സമയം കിട്ടുമ്പം കടയിലോട്ടൊന്ന് ഇറങ്ങാൻ പറയാണ് കേട്ടോ. അപ്പോൾ വിനീത് പറഞ്ഞതുകൊണ്ട് തന്നെ ഗംഗ വിനീതിൻ്റെ കടയിലേക്ക് തിരക്കൊക്കെ വീട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പം ചെല്ലുകയാണ്. വിനീതേട്ടൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ എന്നപ്പോൾ ചോദിക്കുക. അപ്പം ഗംഗ അവിടെ കാണുന്ന സലിമിക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഗംഗ, ഇത് കുറച്ച് ലേഡീസിന് ഉള്ള ഡ്രസ്സുകളാണ്, നീ ഇതെല്ലാം തയ്ച്ച് കൊണ്ട് തരണം, മനസ്സിലാവുന്നുണ്ടോ? നിനക്കൊരു വരുമാനം ആകുമല്ലോ എന്ന്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല വിനീതേട്ട എന്ന് പറയാണ് കേട്ടോ. അപ്പം അവിടെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഗംഗയുടെ ശ്രദ്ധയിൽപ്പെടുക. ഇത്രയും നാളും നമ്മുടെ വിനീത് ആണുങ്ങൾക്കുള്ള ഡ്രസ്സുകൾ മാത്രമേ തയ്ച്ചിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ബോർഡ് കൂടി വെച്ചിരിക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാകുകയാണ്. വിനീതിൻ്റെ തങ്ങളോടുള്ള ഈ കരുതൽ കാണുമ്പം കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. താൻ മനഃപൂർവ്വം അല്ലെങ്കിലും വിനീതേട്ടനെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക. എന്നിട്ട് ആ തുണികളെല്ലാം ഗംഗയുടെ കയ്യിലോട്ട് കൊടുക്കുക. ഇവിടെ കിട്ടുന്ന എല്ലാ തുണികളും ഞാൻ നിൻ്റെ കയ്യിൽ തന്നുവിടാം, നീ ഇവിടെ ഇരുന്ന് തയ്ക്കണമെന്നില്ല, വീട്ടിലിരുന്ന് തയ്ച്ച് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി, അവർ തരുന്ന പൈസയും നീ തന്നെ മേടിച്ചോ. അതൊന്നും വേണ്ട, വിനീതേട്ടൻ ഇതിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് എനിക്ക് ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയായിട്ട് തന്നാൽ മതി. അതൊന്നും പറ്റില്ല. നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് ഗംഗെ? നീ എന്തായാലും ഇത് തയ്ച്ചെടുത്തോ, ഇതിനുള്ള കൂലി നീ തന്നെ മേടിച്ചാൽ മതി, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ എന്ന് പറയാണ് കേട്ടോ. ഗംഗ എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്ന് ആ തുണികളൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് കുറേ തുണികളൊക്കെ ആയിട്ട് ചെല്ലുന്ന കാണുമ്പം ശാരദയും രാധമയും ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ കാര്യം പറയുമ്പോൾ രാധമ പറയും, അല്ലെങ്കിലും അവൻ്റെ മനസ്സ് നല്ല മനസ്സാണ്, എല്ലാവരോടും സ്നേഹമാണ്, എത്ര വേദനിപ്പിച്ചവരാണെങ്കിലും അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ അവന് പറ്റും. എൻ്റെ അരവിന്ദൻ്റെ സ്വഭാവമാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. അല്ലാതെ സുജാതയുടെ സ്വഭാവമായിരുന്നെങ്കിൽ അവനിപ്പം നമ്മളെ തിരിഞ്ഞു നോക്കുമായിരുന്നോ എന്ന് പറയണേ. അതെ, ആ അരവിന്ദേട്ടൻ്റെ ഒരു സ്നേഹവും കരുതലും അവൻ്റെ ഭാഗത്തു നിന്ന് കുഞ്ഞില് തൊട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം രാധമ്മയും അത് ശരിവെക്കുന്ന പോലെ തലയാട്ടുകയാണ്. ഇതേ സമയം ആ തുണികളെല്ലാം അകത്തുകൊണ്ട് ഗംഗ വെക്കുക. എന്നിട്ട് വിനീതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ കാവേരി ആണെങ്കിൽ നമ്മുടെ വിനീതിൻ്റെ കടയിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി കാണുമ്പോൾ വിനീത് പറയും, ആഹാ, ഗംഗ ഇപ്പോൾ ഇവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാവേരിയും കാണുന്നുണ്ട്. അപ്പോൾ വിനീത് പുതിയതായിട്ട് വെച്ച ആ ബോർഡ്, വിനീതേട്ടൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനൊരു ബോർഡ് കൂടി വെച്ചിരിക്കുന്നത്? സുജാത അപ്പച്ചി ഈ കാര്യം അറിഞ്ഞാൽ വിനീതേട്ടന് സ്വസ്ഥത തരുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഇതറിഞ്ഞാലും അതൊക്കെ എങ്ങനെ ഡീല് ചെയ്യണമെന്നേ ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ ആവശ്യമില്ലാത്തതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇപ്പം ഗംഗ ഇതൊക്കെ കൊണ്ട് തയ്ക്കട്ടെ, അവൾക്കൊരു വരുമാനം ആകുമല്ലോ എന്ന് പറയാണ്. അതെ വിനീതേട്ട, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. എന്താ കാവേരി കാര്യം? എനിക്കൊരു ജോലി എന്തെങ്കിലും ശരിയാക്കി തരുമോ? എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഇപ്പം ഞങ്ങൾക്ക് ഒരു ജോലി അത്രയേറെ അത്യാവശ്യമാണ്, കയ്യിൽ കാശൊന്നും ഇല്ലെന്ന് വിനീതേട്ടനും അറിയാലോ എന്ന് ചോദിക്കുകയാണ്. നീ സങ്കടപ്പെടണ്ട, ഞാനൊന്ന് നോക്കട്ടെ. വിനീതേട്ടന് കുറേ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അവരോടൊക്കെ പറഞ്ഞു, തൂപ്പ് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോകും വിനീതേട്ട, എനിക്കതിനൊന്നും ഒരു മടിയില്ല എന്ന് പറയാം. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിക്ക് ഞാൻ എന്തായാലും നിന്നെ വിടുള്ളൂ, ഞാനിവിടെ ഉണ്ടല്ലോ ഇപ്പം തൽക്കാലം എന്ന് പറഞ്ഞ് കാവേരി തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയാണ് കേട്ടോ.
അപ്പം നമ്മുടെ വിനീത് എന്ത് ജോലി ശരിയാക്കി കൊടുക്കും, ആരോട് പറയും എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിവിൻ കടയിലേക്ക് വരുന്നത്. അപ്പം നിവിൻ ചോദിക്കും, എടാ നിനക്കിത് എന്തു പറ്റി, ഏകദേശം നിൻ്റെ സങ്കടമൊക്കെ മാറിയില്ലേ, അവർക്ക് സ്നേഹതീരം തിരിച്ച് കിട്ടിയില്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ കിട്ടി എടാ, എങ്കിലും പുതിയൊരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, അമ്മാവൻ്റെ ബാങ്ക് ബാലൻസിനെ പറ്റിയോ അക്കൗണ്ട് ഡീറ്റെയിൽസിനെ പറ്റിയോ ഒന്നും അവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ 10 പൈസയില്ല. ഒരു ജോലിയാണ് ഇപ്പം അത്യാവശ്യം. കാവേരി അവളുടെ പഠിത്തമൊക്കെ നിർത്തുക, എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. നിനക്ക് പറ്റുമെങ്കിൽ ഒരു ജോലി അവർക്ക് ശരിയാക്കി കൊടുക്കാവോടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നിവിൻ അതിനെപ്പറ്റി ആലോചിക്കുക. കാവേരി തൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അത് നിവിൻ അത്രയേറെ സന്തോഷമാണ്. പക്ഷേ അമ്മയെ കൊണ്ട് എങ്ങനെ സമ്മതിക്കും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എടാ നീ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? അത് ഞങ്ങളുടെ റിസോർട്ടിലെ ഒരു റിസപ്ഷനിൽ ആളിന് കുറവുണ്ടടാ, അതിന് കാവേരി വരുമോ എന്ന് ചോദിക്കുക. കാവേരി അത് വരും അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നിൻ്റെ അമ്മ രാജേശ്വരി മേഡം അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മയുടെ കാര്യം നീ വിട്, അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പക്ഷേ അവൾ വരുമോ ഞങ്ങളുടെ റിസോർട്ടിൽ ജോലി ചെയ്യാനായിട്ട്? അവൾ വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിനോടും അവൾ മത്സരിച്ചുകൊണ്ടിരിക്കത്തില്ല. അതുമല്ല അവൾക്ക് ഇപ്പോൾ ഒരു ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. നിളയും യമുനയും കോളേജിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങി. ഇനിയിപ്പം ചിലവുകൾ കൂടില്ലേ, അതുമാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ. അതുകൊണ്ടാണ് അവൾ ജോലിക്ക് വരൂടാ എന്ന് പറയാം. നീ അത് ഉറപ്പ് പറയുവാണെങ്കിൽ ഞാൻ അവളോട് അതിനെപ്പറ്റി പറയാം. ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏകദേശം ഇത് ഉറപ്പിച്ചെന്ന് തന്നെ നീ കൂട്ടിക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പം നിമിനും ഒരുപാട് സന്തോഷമാവുകയാണേ. കാവേരി തൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ തനിക്ക് കാവേരിയോടുള്ള സ്നേഹം തുറന്ന് പറയാൻ അതൊരവസരമാകും എന്നൊക്കെ നിവിനും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുവാണ്. അപ്പം റിസോർട്ടിൽ ചെന്ന് കഴിയുമ്പം നിവിൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പോൾ ആസിഫ് വന്ന് ചോദിക്കും, എന്താടാ കാര്യം? അതൊക്കെയുണ്ട്, അമ്മയെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിക്കണം, അതിനെന്താ വഴിയെന്ന് ആലോചിക്കുമായിരുന്നു. എന്ത് കാര്യത്തിനാ എന്ന് ചോദിക്കുമ്പം കാവേരിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആസിഫിനോട് പറയാം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. രാജേശ്വരി മേഡത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ കാവേരിയെ. അതുകൊണ്ട് തന്നെ കാവേരിയെ ഇവിടെ റിസപ്ഷനിലേക്ക് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ നിൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്ന് ചോദിക്കുക. അത് ഞാനൊന്ന് അമ്മയോട് പറഞ്ഞു നോക്കിയാലോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ വേണ്ടെന്ന് വെക്കില്ലെന്ന് എനിക്ക് തോന്നുന്ന എന്ന് പറയാം. അപ്പം ആസിഫ് മനസ്സിൽ പറയും, നിനക്ക് നിൻ്റെ അമ്മയെ ഇതുവരെ ശരിക്കും അറിയില്ലല്ലോടാ. നിൻ്റെ മുന്നിൽ കാണുന്ന ആളൊന്നും അല്ല നിൻ്റെ അമ്മ യഥാർത്ഥത്തിൽ. ഞാൻ ഇവിടുത്തെ വെറും ജോലിക്കാരനാണ്. അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ലല്ലോ മോനെ നിവിനെ എന്ന് ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം രാജേശ്വരി അങ്ങോട്ട് വരിക. അപ്പം നിവിൻ്റെ മുഖത്തുള്ള സങ്കടമൊക്കെ കാണുമ്പോൾ ചോദിക്കും, എന്താ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ആസിഫ് പറയും, നീ പറഞ്ഞു നോക്ക് എന്ന് കണ്ണ് കാണിക്കുക. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ അമ്മ ഒരു സഹായം ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക. എന്ത് സഹായം? നിനക്ക് എന്നോട് ഒരു കാര്യം ചോദിക്കാൻ ഇത്രയേറെ മുഖവുരയുടെ ആവശ്യമുണ്ടോ നിവിനെ? ഞാൻ നിൻ്റെ അമ്മയാ, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ അറിയാം. അതല്ല അമ്മയ്ക്ക് കാവേരി അറിയില്ലേ? ഏത് കാവേരി? അമ്മേ, അരവിന്ദനങ്ങളുടെ മോളോ? ഓ, അവള് ആ തലതെറിച്ച പെണ്ണ്. അവളിവിടെ വന്നപ്പോഴൊക്കെ എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളതല്ലേ? ഇപ്പോൾ അവളുടെയൊക്കെ കൊമ്പൊടിഞ്ഞ് കാണുമല്ലോ. സത്യത്തിൽ അരവിന്ദേട്ടനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. നല്ലൊരു മനുഷ്യനാ, നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ. ബാക്കിയുള്ള മക്കളും വലിയ പ്രശ്നക്കാരികളല്ല. പക്ഷെ ആ കാവേരി, അവളുടെ നാക്കോ സഹിക്കാൻ പറ്റില്ല. എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണാ അത് എന്ന് പറയാം. അമ്മയ്ക്കിപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ അറിയാലോ. അവർക്ക് അവരുടെ വീടൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ അറിഞ്ഞായിരുന്നു വീട് തിരിച്ചെടുത്ത കാര്യമൊക്കെ. അതുകൊണ്ട് നിനക്കിപ്പോൾ എന്താ? അവരൊക്കെ വീട് നഷ്ടപ്പെട്ടതായിരുന്നല്ലോ നിന്റെ സങ്കടം. അത് മാറിയില്ലേ? ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പം അതും വേണ്ട. ഇപ്പം അവൾക്കൊരു ജോലി ആവശ്യമുണ്ട്. അമ്മ ഇവിടെ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അമ്മയുടെ വില അവൾക്ക് മുന്നിൽ ഒരുപാട് ഉയരുമല്ലേ അമ്മേ? പിന്നെ അമ്മയോട് അവൾ വഴക്കിനൊന്നും വരില്ലല്ലോ. നീ അമ്മയുടെ വില അധികം ഉയർത്താനൊന്നും നിൽക്കണ്ട. അവളിവിടെ വന്ന് വെല്ലുവിളിച്ചതൊക്കെ ഞാൻ മറന്നിട്ടില്ല. അവളെപ്പോലൊരു എടുത്തുചാട്ടക്കാരിയെ ഇവിടെ കൊണ്ട് റിസപ്ഷനിൽ എത്തിയാൽ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വേറെ എങ്ങോട്ടേലും പോകും. ഞാൻ കഷ്ടപ്പെട്ട ഈ റിസോർട്ടൊന്ന് നടത്തിക്കൊണ്ട് പോകുന്നത്. നീ ആയിട്ടത് കുളവാക്കരുതെന്ന് പറയാം. അമ്മേ, ഈ സാഹചര്യത്തിലല്ലേ അവരെ സഹായിക്കേണ്ടത്? ഞാൻ അമ്മയോട് പറയാതിരുന്നതാ. അന്നൊരു ദിവസം ഡാൻസ് കളിക്കാൻ ആളെ കിട്ടാതിരുന്നപ്പോൾ കാവേരിയ ഇവിടെ വന്ന് കളിച്ചത്. ഗസ്റ്റുകൾക്കൊക്കെ എന്തിഷ്ടമാണെന്നോ. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ഗസ്റ്റുകളെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്തോളും. അതുമാത്രമല്ല, അമ്മയ്ക്ക് അവളുടെ മുന്നിൽ ജയിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അമ്മയോട് അത്രയും ദേഷ്യപ്പെട്ടിട്ടും ആ ദേഷ്യമൊന്നും കാണിക്കാതെ അവൾക്കൊരാവശ്യം വന്നപ്പം അമ്മ ഇവിടെ ജോലി കൊടുത്തതെന്നുള്ള നന്ദി എപ്പോഴും അവൾക്ക് കാണത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും രാജേശ്വരിയുടെ മനസ്സ് മാറ്റാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരി പറയും, എടാ മോനെ, നിൻ്റെ ഈ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ നിൻ്റെ അമ്മയ്ക്ക് പറ്റും.
പെണ്ണ് ഇവിടെ വരട്ടെ, അവൾ എന്നെ കുറേ കളിയാക്കിയതല്ലേ, അവൾ ഇവിടെ തന്നെ വേണം, എൻ്റെ കീഴിൽ എൻ്റെ ജോലിക്കാരിയായിട്ട് അവൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കാണണമല്ലോ. അതുമാത്രമല്ല നിവിനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനിത് ചെയ്തില്ലെന്ന് കണ്ടാൽ അവന് എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വരും, അതൊരിക്കലും നടക്കാൻ പാടില്ല, അവളെ ഇവിടെ നിന്ന് എങ്ങനെ ഓടിച്ചു വിടണമെന്ന് അതെനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് രാജേശ്വരി പറയും. നീ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ഇത്രക്കേറെ റിക്വസ്റ്റ് ചെയ്തതല്ലേ, ഒരാളെ സഹായിക്കാൻ വേണ്ടിയല്ലേ, ഒരു കുടുംബം ഞാൻ കാരണം രക്ഷപ്പെടുമെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, എൻ്റെ മോൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് തെറ്റിക്കാനൊന്നും നിൽക്കണ്ട, നാളെ തന്നെ അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയാണ് കേട്ടോ. അപ്പം നിവിന് ഒരുപാട് സന്തോഷമാവുക. ഇത് കേൾക്കുന്ന ആസിഫിന് രാജേശ്വരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുക. കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവം നന്നായിട്ട് ആസിഫിന് അറിയാലോ. രാജേശ്വരി മേഡം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കാവേരി മാത്രം മോശക്കാരിയൊന്നുമല്ല, രാജേശ്വരി മേഡം എന്തുടായ്പ് കാണിച്ചാലും അതൊക്കെ എട്ടായിട്ട് മടക്കി കൊടുക്കാനുള്ള കഴിവ് അവക്കുണ്ട്. പാവം നിവിൻ, അവനിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആസിഫും അവിടുന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സന്തോഷ വാർത്ത അപ്പം തന്നെ വിനീതിനെ വിളിച്ച് നമ്മുടെ നിവിൻ അറിയിക്കുക. എടാ വിനീതെ, ഞാൻ നിന്നോടൊരു ജോലിക്കാരും പറഞ്ഞിട്ടില്ലേ, അമ്മ സമ്മതിച്ചടാ, കാവേരിയോട് നാളെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്, നീ അവളെ വിളിച്ച് കാര്യം പറ എന്ന് പറയാണ് കേട്ടോ. അപ്പം വിനീതിനും ഒരുപാട് സന്തോഷമാവുക. അപ്പം വിനീത് കാവേരിയെ വിളിക്കുകയാണേ. കാവേരിയോട് വിളിച്ചിട്ട് പറയും, കാവേരി, നമ്മുടെ നിവിനില്ലേ, നിവിൻ്റെ റിസോർട്ടിൽ നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, അവിടെ പോകാൻ നിനക്ക് മടിയുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ എവിടെ ജോലി കിട്ടിയാലും എനിക്ക് പോകാൻ ഒരു മടിയില്ല വിനീതേട്ടാ, അത്രയ്ക്ക് പരിതാപകരമല്ലേ നമ്മുടെ അവസ്ഥ ഇപ്പം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കരകയറണം, കയ്യിലെ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. പക്ഷേ നിവിൻ്റെ അമ്മ ആ രാജേശ്വരി മേഡം അവർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ, അതുകൊണ്ട് അവർ സമ്മതിച്ചോ എന്ന് ചോദിക്കുക. അതൊക്കെ നിവിൻ സമ്മതിപ്പിച്ചെന്നാ പറഞ്ഞത്, നിന്നോട് നാളെ ചെല്ലാൻ പറഞ്ഞത് രാജേശ്വരി മേഡം ആണത്രേ, നീ എന്തായാലും അവിടെ വരെ ചെന്ന് നോക്ക്, നിനക്ക് അവിടെ ഒട്ടും പറ്റില്ലെങ്കിൽ ആ ജോലി ചെയ്യേണ്ട കേട്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, അവരുടെ സ്വഭാവമൊന്നും ഞാനിപ്പം നോക്കുന്നില്ല, അവരെന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ വിനീതേട്ടാ, പക്ഷേ ഈ ജോലി ഇത്ര ഈസി ആയിട്ട് കിട്ടിയതല്ലേ, അതെന്തായാലും ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ രാജേശ്വരിയെ കാണാനായിട്ട് തന്നെ പോകാൻ തീരുമാനിക്കുക. രാവിലെ തന്നെ രാജേശ്വരിയെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുക കാവേരി. ഇപ്പം തൽക്കാലം വീട്ടിൽ ആരോടും പറയണ്ട, ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഈ പാവങ്ങൾ വെറുതെ പ്രതീക്ഷിക്കും എന്നും കരുതി കാവേരി അമ്മയോടും സഹോദരിമാരോടും ആരോടും പറയുന്നില്ല കേട്ടോ. രാവിലെ തന്നെ രാജേശ്വരിയുടെ റിസോർട്ടിലേക്ക് ചെല്ലുകയാണ്. റിസോർട്ടിൽ ചെല്ലുമ്പോൾ നിവിൻ അവിടെ നിൽക്കും. നിവിനെ കാണുമ്പം പറയും, ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് വേണ്ടി അമ്മയോട് റിക്വസ്റ്റ് ചെയ്തല്ലോ, പക്ഷേ തൻ്റെ അമ്മ സമ്മതിക്കുമോടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന നിവിൻ പറയും, തനിക്ക് എൻ്റെ അമ്മയെ അറിയാഞ്ഞിട്ടാ, മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്, താൻ പിന്നെ അമ്മയോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കാതെ സൗമ്യതയോടെ സംസാരിച്ചാൽ മതി, അമ്മ തനിക്കിവിടെ ജോലി തരുമെന്നേ ഞാൻ ഉറപ്പ് തന്നിട്ടില്ലേ എന്ന് പറയാം, എൻ്റെ വാക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അമ്മ ധിക്കരിക്കില്ല എന്ന് പറയുമ്പം നമ്മുടെ കാവേരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരിയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ്. രാജേശ്വരി വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് കാവേരിയുടെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ മട്ടും ഭാവമൊന്നും കാവേരിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും തനിക്കിപ്പോൾ ജോലി വേണ്ടത് തൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ എളിമയോടുകൂടി കാവേരിയെ നിൽക്കുക. അവസാനം ജോലി തേടി നീ ഈ രാജേശ്വരിയുടെ അടുത്ത് തന്നെ വന്നല്ലേ, അന്ന് വല്ലാതെ പ്രസംഗിച്ചിട്ടൊക്കെ പോയതായിരുന്നല്ലോ, എന്നിട്ട് എന്തു പറ്റി ഇങ്ങോട്ട് പിന്നെയും വരാൻ എന്ന് ചോദിക്കുമ്പം, മേഡം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി വേണം എന്നാണ് പറഞ്ഞത്, മേഡത്തിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഇവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് കാവേരി മുഖത്തടിച്ച പോലെ പറയാം. നിൻ്റെ അഹങ്കാരത്തിനപ്പം മാറ്റമൊന്നും ഇല്ലല്ലേ, എന്തായാലും അരവിന്ദേട്ടനോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആ കുടുംബത്തിന് ഒരു സഹായം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, നമ്മളെ ഉപദ്രവിച്ചവരെയൊക്കെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ശീലമൊന്നും ഈ രാജേശ്വരിക്കില്ല, അതുകൊണ്ട് നീ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചുമൊക്കെ തൽക്കാലം ഞാനങ്ങ് മറക്കുക, നിനക്കിവിടെ റിസപ്ഷനിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ഇവിടെ ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പം ജോലി കിട്ടി എന്നുള്ള സന്തോഷമാവുകയാണ് കേട്ടോ കാവേരിക്ക്. പക്ഷേ ഇവർ തനിക്ക് പണി തരാനാണോ എന്നുള്ളൊരു ചിന്തയും കാവേരിയുടെ മനസ്സിലുണ്ടാവുക. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യണം നിനക്ക് താല്പര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം തുറന്നു പറയണം, അത് കുഴപ്പമില്ല മേഡം, ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്തോളാം, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മേഡം, മേഡം എനിക്ക് ജോലി തന്നല്ലോ എന്നും പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. നീ ഇവിടെ വേണ്ടത് എൻ്റെ ആവശ്യമാടി, എൻ്റെ മകന് ഇപ്പം നിന്നോടൊക്കെ കുറച്ച് സ്നേഹവും സോഫ്റ്റ് കോർണറും ഉണ്ട്, അതെനിക്ക് മാറ്റിയെടുക്കണം, പിന്നെ നീ എൻ്റെ മുന്നിൽ കിടന്ന് കുറേ അഹങ്കരിച്ചതല്ലേ, അതിന് നിനക്ക് ചെറിയൊരു ശിക്ഷയും എന്നൊക്കെ രാജേശ്വരി മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ലഡുവൊക്കെ മേടിച്ചുകൊണ്ടാണ് കാവേരി ചെല്ലുന്നത്. അപ്പോൾ ലഡു ബോക്സ് കണ്ടു കഴിയുമ്പം ഗംഗയും യമുനയൊക്കെ ചോദിക്കും, എന്താ കാര്യം, എന്താ ചേച്ചി ഇത് എന്ന് യമുന ചോദിക്കും. അപ്പോൾ ഗംഗയും ചോദിക്കും, എന്താടി ലഡുവൊക്കെ മേടിച്ച്, ഗംഗേച്ചി എനിക്ക് ജോലി കിട്ടി. ജോലിയോ? മറ്റേ നിവിനില്ലേ, വിനീതേട്ടൻ്റെ ഫ്രണ്ട്, അവൻ്റെ റിസോർട്ടിൽ റിസപ്ഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത്, ഉള്ളതാണോ? അപ്പോൾ ശാരദയും രാധമ്മയൊക്കെ അങ്ങോട്ട് വരാം.
അമ്മേ അച്ഛമ്മേ ദേ ലഡു എടുക്കുക, എനിക്ക് ജോലി കിട്ടി അമ്മേ, റിസപ്ഷനിലാണ് ജോലി, ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ശാരദ, റിസോർട്ടിലോ അമ്മ? അങ്ങനെ ചിന്തിക്കല്ലേ അമ്മേ, എവിടെയാണേലും ഒരു ജോലി കിട്ടിയല്ലോ, നമുക്കിപ്പോൾ ജോലിയല്ലേ ഏറ്റവും പ്രധാനം എന്ന് പറയാം. മോളെ, രാജേശ്വരിയുടെ റിസോർട്ടിൽ തന്നെ ജോലിക്കായിട്ട് നീ പോണോ എന്ന് ചോദിക്കുക. അവൾ അന്ന് നിന്നെ എന്തുമാത്രം വേദനിപ്പിച്ചതാ. അവളുടെ സ്വഭാവം ഒരു വല്ലാത്ത രീതിയിലുള്ളതാ, അതുകൊണ്ട് അവളുടെ പെരുമാറ്റമൊക്കെ നിന്നെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. അമ്മേ, അതൊന്നും സാരമില്ല, രാജേശ്വരി മേഡത്തെയൊക്കെ ഡീൽ ചെയ്യാനുള്ള കഴിവേ അമ്മയുടെ ഈ കാവേരിക്കുണ്ട്. അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഈ ജോലിയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം, അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്. വിനീതേട്ടൻ നിവിനോട് പറഞ്ഞ് നിവിൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അവരെനിക്ക് ആ ജോലി തന്നെ എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ രാധമ്മ പറയും, അത്ര മോശമൊന്നും അല്ല രാജേശ്വരി, അവൾക്ക് ദേഷ്യം വന്നാൽ പെട്ടെന്ന് പ്രകടിപ്പിക്കും. അതുമാത്രമല്ല, മക്കളെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ, അവരെ വേദനിപ്പിക്കുന്നതൊന്നും മറ്റാര് ചെയ്യുന്നതും അവൾ സഹിക്കില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നും കരുതി ജോലി സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം ഇവളോട് മോശമായിട്ട് പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രാധമ്മയും പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ശാരദയ്ക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ടാവുകയാണ്. ഇതേ സമയം നമ്മുടെ യമുനയാണെങ്കിൽ വിശാൽ എന്ന മായിക ലോകത്ത് തന്നെയാണ്. വിശാൽ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ്, തന്നോട് സ്നേഹമാണ്, തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് യമുന. ഇത്രയൊക്കെ സംഭവിച്ചതും ജയപാലൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കുകളും നമ്മുടെ യമുനയുടെ കണ്ണിൽ പെടുന്നില്ല. അപ്പോൾ കോളേജിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ വിശാൽ യമുനയെ കാണാനായിട്ട് വരിക. നിങ്ങൾക്ക് വീട് തിരിച്ചു കിട്ടിയല്ലേ, വളരെ സന്തോഷമായി. അച്ഛനും ഇതിൻ്റെ പുറകെ കുറേ നടന്നതാ. ബാങ്ക് മാനേജരോട് അച്ഛൻ പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് ഈ വീട് കിട്ടിയത് എന്ന് പറയാം. എനിക്കറിയാം, ജയപാലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന്. അല്ല വിശാലെ, ഇനിയും നമ്മുടെ ഈ ബന്ധം മുന്നോട്ട് പോയാൽ അത് ജയപാലങ്ങളിലും പ്രവീണാൻറ്റിക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ? അരവിന്ദ അങ്കിളിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഞങ്ങളെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അച്ഛൻ രണ്ട് കൈ നീട്ടി നിന്നെ നമ്മുടെ കുടുംബത്തെ മരുമോളായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, നിങ്ങളോടൊക്കെ പ്രത്യേക സ്നേഹമുണ്ട്. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു നിനക്ക് കരുതുന്നുണ്ടോ? എൻ്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ പഞ്ചാര വാക്കുകളൊക്കെ വിശാൽ പറയുമ്പം യമുന അതിലൊക്കെ വീണു പോവാണ് കേട്ടോ. വിശാൽ കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും പരിഗണനയൊക്കെ സിൻസിയറായിട്ട് ഉള്ളതാണ്, തന്നോട് അത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നൊക്കെ നമ്മുടെ യമുനയ്ക്ക് തോന്നും. അപ്പോൾ യമുന സന്തോഷത്തോടു കൂടി ക്ലാസ്സിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. വിശാൽ ഏത് ദുഃഖത്തിലും തന്നെ ഒപ്പം ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതിയേ. ഇതേ സമയം വിശാലിൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വരിക. എന്നിട്ട് ചോദിക്കും, എടാ നിനക്ക് ഇപ്പോഴും ആ യമുനയോട് ഇത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉണ്ടോടാ എന്ന് ചോദിക്കുകയാണ്. പണ്ട് അവൾ പണക്കാരിയായിരുന്നു, അത് കണ്ടിട്ടല്ലേടാ നീ അവളുടെ പിന്നാലെ നടന്നത്. അവളുടെ അച്ഛൻ്റെ ഗൾഫ് പണം നിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നൊരു ചിന്തയൊക്കെ നിനക്കുണ്ടായിരുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മനസ്സിലാക്കി കളഞ്ഞല്ലോ. എടാ, നമ്മുടെ പിന്നാലെ 5-6 പെൺകുട്ടികൾ ഇങ്ങനെ പ്രണയമാണെന്നും പറഞ്ഞ് നടക്കുന്നത് നമുക്കൊരു ഇമേജ് തരില്ലേടാ. ഇവിടുത്തെ പെൺപിള്ളേരൊക്കെ എൻ്റെ പിറകെ അങ്ങനെ നടക്കട്ടെടാ, അത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പം തന്നെ 5-6 പേരുണ്ടല്ലോ, അതിലൊരുത്തി മാത്രമേ യമുന. അല്ലാതെ കാശുമില്ല ദരിദ്രയായി കിടക്കുന്ന ഇവളെ പിടിച്ച് കെട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കെന്ത് നേട്ടമോ ഉള്ളത്? നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയില്ല. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ തല കാണില്ല എൻ്റെ ശരീരത്ത്. അതുകൊണ്ട് അവളെയൊക്കെ ഞാൻ വെറും സൈഡായിട്ട് കീപ്പായിട്ട് കൊണ്ട് നടക്കുന്നതല്ലടാ. അല്ലാതെ അതിനപ്പുറം അവളോട് കരകവിഞ്ഞൊഴുകുന്ന സ്നേഹമൊന്നും എനിക്കൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അവൾ ഒരു പൊട്ടിയ, ആരെങ്കിലും ഇച്ചിരി സ്നേഹം കാണിച്ചാൽ അവൾ അതിൽ വീണ് പോകും. ഞാനതുകൊണ്ട് വാരി കോരി കൊടുക്കുന്നു. എനിക്കാണെ ഇഷ്ടം പോലെ സ്നേഹം ഉണ്ടല്ലോ കൊടുക്കാൻ, ഞാനത് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുവല്ലേ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ഫ്രണ്ട്സ് ചോദിക്കും, എടാ അവളൊരു പാവമല്ലേടാ, ആ കുടുംബം ആകെ തകർന്നിരിക്കുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിൽ തന്നെ നിനക്ക് അവളോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണോ? അവൾ നിൻ്റെ സ്നേഹം സത്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് വല്ല സൂയിസൈഡും ചെയ്താലോ എന്ന് ചോദിക്കുക. പിന്നെ അങ്ങ് ചെയ്തിട്ട് പോട്ടെ എന്നും കരുതി ഞാൻ എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾ കുറച്ച് നാളെ എന്നെ അങ്ങ് സ്നേഹിക്കട്ടേടാ. ഞാനൊന്ന് സ്നേഹിക്കപ്പെടുന്നതിലുള്ള കുശുമ്പല്ലടാ നിനക്കൊക്കെ എന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കും. വിശാൽ ശരിക്കും ജയപാലൻ്റെ മകനാണ് എന്ന് തെളിയിക്കുന്ന കുറേ എപ്പിസോഡുകളും വരാനുണ്ട് കേട്ടോ. പാവ യമുന ഇതൊന്നും അറിയാതെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ വിശ്വസിച്ച് നടക്കുകയാണ്. അപ്പം ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയെ. രാജേശ്വരി ആണെങ്കിൽ നമ്മുടെ കാവേരിക്കിട്ട് പണി കൊടുക്കുന്നതും, പക്ഷേ കാവേരി അതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി രക്ഷപ്പെട്ട് തിരിച്ച് മറുപടി കൊടുക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും